ആദ്യമായിട്ട് വരുന്നത് സെക്ഷൻ എ ആണ്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള 50 ചോദ്യങ്ങളാണ് സെക്ഷൻ എയിലുള്ളത്. ക്വസ്റ്റ്യൻ 1 മുതൽ 5 വരെ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ മിസ്പെൽഡ് വേർഡ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന വാക്കുകളിൽ നിന്നും തെറ്റായിട്ട് സ്പെല്ലിംഗ് ഉള്ള ഒരു വാക്കിനെ നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് 4 ഓപ്ഷൻസ് ലഭിക്കും. അതിനകത്ത് ഓരോ ഓപ്ഷനായിട്ട് ലഭിക്കുന്ന വാക്കിന്റെ സ്പെല്ലിങ്ങിന് തെറ്റുണ്ടായിരിക്കും, അത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് 4 വാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് വാക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഓപ്ഷൻസ് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 6 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. അവിടെ നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാക്ക് തരും, ഓപ്ഷൻസ് ആയിട്ട് 4 ഉത്തരങ്ങൾ തരും. അതിൽ നിന്ന് നമുക്ക് ആ തന്നിരിക്കുന്ന വാക്കുമായിട്ട് സെയിം മീനിങ് ഉള്ള ഒരു വാക്കിനെ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 6ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കിനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി തന്നെയാണ്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാക്ക് ലഭിക്കും. ആ വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഒരു വാക്ക് നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 20ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. 6 സെന്റൻസുകളുള്ള ഒരു പാസേജ് ഉണ്ട്. അതിനകത്തെ 1ാമത്തെ സെന്റൻസും 6ാമത്തെ സെന്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. അതിനിടയ്ക്കുള്ള 4 സെന്റൻസുകളുണ്ട്. അത് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തരും. അവയെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ എഴുതേണ്ട ആവശ്യകതയുണ്ട്. 1ാമത്തതും 6ാമത്തതുമായിട്ടുള്ള സെന്റൻസ് തരും. അതിനിടയ്ക്ക് PQRS എന്ന് പറഞ്ഞ് 4 സെന്റൻസ് ഓപ്ഷൻസ് ആയിട്ടുണ്ട്. അവയെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡറിൽ എഴുതുക. അപ്പോൾ നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. SQPR എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ. ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. QPSR എന്നാണ് കൃത്യമായിട്ടുള്ള ഓർഡർ. നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 23ാമത്തെ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. QPRS എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ. നമുക്കിനി 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 24ാമത്തെ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. RPSQ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ. നമുക്ക് 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോഴേക്കും QRPS എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ. ഇനി നമുക്ക് 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു സെൻറ്റൻസിനെ നമ്മളൊരു ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തരും. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ടുള്ള 4 ഓപ്ഷൻസ് തരും. അതിൽ നിന്ന് ഏറ്റവും കൃത്യമായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 26ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്കിനി 27ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്.
ഇനി 31 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസേജ് തരും, അത് വായിച്ച ശേഷം അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകേണ്ടതുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പാസേജ് 1 എന്ന് പറഞ്ഞൊരു പാസേജ് തന്നിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. അതിനുശേഷം നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് 31ാമത്തെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. 31ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 32ാമത്തെ ചോദ്യമുണ്ട്, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. 33ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 34ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. 35ാമത്തെ ചോദ്യമുണ്ട്, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. അതിനുശേഷം നമുക്ക് രണ്ടാമതൊരു പാസേജ് കൂടി തരികയാണ്, പാസേജ് 2 എന്ന് പറയുകയാണ്. അതുകൂടി നമ്മൾ വായിക്കുക. അത് വായിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അങ്ങനെ 36ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 37ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 38ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 39ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്കിനി 41 മുതൽ 45 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെയിം മീനിങ് വരുന്ന ഒരു സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊരു സെൻറ്റൻസ് തരും, അതിന് സെയിം മീനിങ് വരുന്ന മറ്റൊരു സെൻറ്റൻസ് നമുക്ക് ഓപ്ഷനായിട്ട് ലഭിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 41ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് 42ലേക്ക് പോകാം. 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 45ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് 46 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെന്റൻസിന് അല്ലെങ്കിൽ ഒരു വാക്കിന് അതിന് അതേ അർത്ഥം വരുന്ന ആൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകതയുണ്ട്. നമുക്ക് 4 ഓപ്ഷൻസ് ലഭ്യമാണ്. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. 46ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 46ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 48ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 49ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്. 50ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്.